സോ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇന്നൊന്ന് ശ്രദ്ധിക്കാം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 10% താഴെ ആളുകൾക്ക് മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് എന്താണ്, അതിൽ നിക്ഷേപിക്കേണ്ട ആവശ്യകതയെപ്പറ്റി വ്യക്തമായൊരു ധാരണയുള്ളത്. വലിയൊരു ശതമാനം ആളുകളും ഇന്നും ഈ പറയുന്ന സ്വർണത്തിൻ്റെയും FDയുടെയൊക്കെ പുറകെ തന്നെയാണ്. സോ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പലരും ഉള്ളിലൊരു ഭയമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോഴത്തെ അതേ റിസ്ക് മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും നമ്മളെപ്പോഴും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. ഇതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായ വിവരം അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു പേടിക്ക് കാരണമായിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഒരു വ്യക്തി ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് നിക്ഷേപിക്കാനായിട്ട് എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 3 വഴികളാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്. 1963 ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ ലംസത്തിൻ്റെ രൂപത്തിലാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലംസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വലിയൊരു തുക നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. ആരിൽ കൂടെ? ഫണ്ട് മാനേജേഴ്സിലൂടെ. സോ എന്താണൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി? പബ്ലിക്കിൽ നിന്ന് ഫണ്ട് വലിയ അളവിൽ പൂൾ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ചെയ്യുന്നത്. ഇതിലേക്കായിട്ട് അവർ ഫണ്ട് മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളായിരിക്കും. കമ്പനി പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഫണ്ട് മാനേജേഴ്സാണ് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് മാർക്കറ്റിനെ പറ്റിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഫണ്ടിനെ കൃത്യമായ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് ലാഭത്തിലേക്ക് എത്തിക്കുന്നു.